അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദ്വാല്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഈ നുത്ഫ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള നുത്ഫ, ആ നുത്ഫയ്ക്ക് ബയോളജിയിൽ ഇംഗ്ലീഷിൽ അതിനെന്താ പേര് പറയാം? ഗാമൈറ്റ് എന്നാണ്. ഈ രണ്ട്, സ്ത്രീയുടെയും പുരുഷന്റെയും അണ്ടബീജങ്ങൾ രണ്ടിനും പറയുന്ന പേരാണ് ഗാമൈറ്റ് എന്നത്. അപ്പോൾ ഈ ഗാമൈറ്റ് ഓരോന്നും കൂടിച്ചേർന്ന് ആ രണ്ട് ഗാമൈറ്റ് കൂടിച്ചേർന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത് എന്നതാണ് ബയോളജി നമ്മളെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്ക് പഠിച്ചാൽ കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇത് രണ്ടും കൂടിച്ചേർന്നുണ്ടാകുന്ന അതിന് പറയുന്ന പേര്, അതും ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള നുത്ഫത്ത് തന്നെയാണ്. പക്ഷേ അവിടെ നുത്ഫത്ത് അംഷാജ് എന്നൊരു പദം, അപ്പോൾ അംഷാജ് എന്നുള്ളൊരു പദവും കൂടി ചേർത്തിട്ടുണ്ട് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ അംഷാജ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സൂറത്ത് ഇൻസാനിലാണ്. അല്ലതഅലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യന് ഒരു ഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ, അവൻ പ്രസ്താവ്യമായ ഒന്നുമായിരുന്നില്ലാത്തൊരു ഘട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ആ ഭാഗം തുടങ്ങുന്നത്. ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജ്. നാം മനുഷ്യനെ നുത്ഫത്ത് അംഷാജിനാൽ, സങ്കലിത നുത്ഫയാലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ മറ്റൊരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ രൂപപ്പെടുന്ന ഈ നുത്ഫയിൽ എല്ലാ അർത്ഥത്തിലും തുല്യമാണോ, അതോ ഏതെങ്കിലും ഒരു നുത്ഫക്ക്, അതായത് സ്ത്രീയുടെ അണ്ടത്തിന് അല്ലെങ്കിൽ പുരുഷന്റെ ബീജത്തിന്, ഇതാണല്ലോ നുത്ഫ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന് ഏതിനെങ്കിലും വല്ല പ്രത്യേകതയും ഉണ്ടോ, ഇതിനെ സംബന്ധിച്ച് ഖുർആനിന് വല്ലതും പറയാനുണ്ടോ എന്ന് പരിശോധിച്ചാൽ മറ്റൊരു സംഗതി നമ്മൾക്ക് ബോധ്യപ്പെടും. ഇവിടെയൊക്കെ ജബ്ബാറിനോടും അദ്ദേഹത്തെ പോലുള്ള ആളുകളോടും ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിലെ ആശയങ്ങൾ പറഞ്ഞു കൊടുത്ത ഏത് ജൂത പുരോഹിതനാണ് ഇത്ര വിശദമായിട്ട്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആരും പഠിച്ചെത്തിയിട്ടില്ലാത്ത ഇങ്ങനെയുള്ള അണ്ടബീജങ്ങളെ സംബന്ധിച്ചും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണോ? ആ കാലഘട്ടത്തിലെ വല്ല ശാസ്ത്രരേഖകളിലും ഇങ്ങനെയുള്ള വല്ല പരാമർശവും ഉണ്ടോ എന്നൊക്കെ പറയേണ്ടത് ജബ്ബാറും ആളുകളുമാണ്. അതിരിക്കട്ടെ, ഇനി ഖുർആൻ രണ്ട് സ്ഥലത്ത് മറ്റൊരു സംഗതി പറയുന്നു. അലം യക്കു നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന എന്നതാണ് ഒന്ന്. സൂറത്ത് ഖിയാമ 75-37 ഇതുള്ളത്. വിസർജിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു നുത്ഫയായിരുന്നില്ലേ മനുഷ്യൻ എന്നാണ്. അപ്പോൾ മനുഷ്യന്റെ ആരംഭം, തുടക്കം, ഏതൊരു മനുഷ്യന്റെയും തുടക്കം എന്താണ്? വിസർജിക്കപ്പെടുന്ന മനിജ്, അതായത് ശുക്ലം. ഈ വിസർജിക്കപ്പെടുന്ന ശുക്ലം എന്ന് പറയുന്നത് ഏതാണ്, ആരുടേതാണ്? അത് യഥാർത്ഥത്തിൽ പുരുഷന്റേതാണ് എന്നുള്ളതാണ് വസ്തുത. ഈ രീതിയിൽ പുരുഷന്റേതുപോലെ വിസർജിക്കപ്പെടുന്ന ശുക്ലം സ്ത്രീക്കില്ല എന്നുള്ളതാണ്. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നത് അന്നഹു ഖലഖസ് സൗജൈനി ദക്കറ വൽ ഉൻത മിൻ നുത്ഫത്തിൻ ഇദാ തുംനാ. സൂറത്ത് നജ്മ് അതിലാണ് ഇതുള്ളത്. അതായത് 53-46 അള്ളാഹു മനുഷ്യനെ ഖലഖസ് സൗജൈനി, രണ്ട് ഇണകളായിട്ട് സൃഷ്ടിച്ചു മനുഷ്യനെ. അതായത് ദക്കറ വൽ ഉൻത, സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു. മിൻ നുത്ഫത്തിൻ ഇദാ തുംനാ, വിസർജിക്കപ്പെടുന്ന നുത്ഫയിൽ നിന്ന്. അപ്പോൾ ഈ രണ്ട് ആയത്തുകളിലും പറയുന്ന നുത്ഫത്ത് മിൻ മനിയ്യിൻ യുംന, വിസർജ്യ വസ്തുവായിട്ടുള്ള ശുക്ലത്തിൽ നിന്ന് ഉള്ള അതിൽപ്പെട്ട നുത്ഫയാൽ എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താണ്? ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളൊരു സംഗതി, പുരുഷന്റെ ബീജത്തിൽ അടങ്ങിയിട്ടുള്ള XY ക്രോമസൈമുകളാണ് ഒരു പുരുഷന്റെ, അല്ലെങ്കിൽ കുട്ടി പുരുഷനാവണമോ സ്ത്രീ ആവണോ
എന്ന് തീരുമാനിക്കണമെന്നാണ്. ഇതിലേക്ക് സൂചനയാണ് ഇവിടെ മിൻ നുത്ഫത്തിൻ ഇദാ മിൻ മനിയ്യിൻ മിൻ നുത്ഫത്തിൻ അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിൻ യുംന. അതുപോലെ അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻത മിൻ നുത്ഫത്തിൻ ഇദാ തുംന എന്ന് പറയും. അപ്പോൾ ഇവിടെ സ്ത്രീയുടെ അണ്ടം അതുമായി പുരുഷന്റെ ബീജം കൂടിച്ചേരുകയും പുരുഷ ബീജത്തിൽ അടങ്ങിയിട്ടുള്ള ഈ രണ്ട് അതായത് എക്സ് വൈ ഇതിൽ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത്, അതായത് സ്ത്രീയുടെ അണ്ടത്തിലുള്ള എക്സിനോടൊപ്പം പുരുഷന്റെ ബീജത്തിലുള്ള എക്സ് കൂടി ചേരുമ്പോൾ അത് സ്ത്രീയായി മാറുന്നു. അതുപോലെ പുരുഷന്റെ ബീജത്തിലുള്ള വൈ ചേർന്ന് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് കുഞ്ഞായി മാറുന്നു, പുരുഷനായി മാറുന്നു എന്നുള്ളതാണ്. ഈ സൂചന ഖുർആൻ നൽകുകയാണ്. ഖുർആൻ ഇത് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്തുകൊണ്ട്? ഖുർആൻ എന്ന് പറഞ്ഞത് ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. അതേ അവസരം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മാർഗം എന്നുള്ള നിലയ്ക്ക് ചില സൂചനകൾ നൽകാണ് ഖുർആൻ എല്ലായ്പ്പോഴും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള സൂചന ഇവിടെ ഖുർആൻ നൽകിയിട്ടുള്ളത്. ഇനി ഇതിനെ സംബന്ധിച്ച് ഖുർആൻ ഇങ്ങനെ പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടി നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പം വിശുദ്ധ ഖുർആനിൽ ഇങ്ങനൊരു സൂചന നൽകുമ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇവിടെ സ്ത്രീയുടെ ഈ അണ്ടത്തെ സംബന്ധിച്ചുള്ള പരാമർശം നേർക്കുനേരം ഇവിടെ പറയില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷന്റെയും സ്ത്രീയുടെയും അണ്ടബീജങ്ങൾ കൂടിച്ചേർന്ന നുത്ഫത്ത് അംശാദിനെ സംബന്ധിച്ചാണ് ഖുർആൻ പൊതുവിൽ പറഞ്ഞത്. അതൊരിടത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്നിട്ട് പിന്നെ പുരുഷൻ വിസർജിക്കുന്ന ശുക്ലത്തിലുള്ള ബീജത്തെ സംബന്ധിച്ചും അത് സ്ത്രീയുടെ അണ്ടത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ സംബന്ധിച്ച് അതിനാൽ രൂപപ്പെടുന്ന ആൺ പെൺ ഈ ഇണകളെ സംബന്ധിച്ചുള്ള പരാമർശമാണ് ഇവിടെ ഖുർആൻ നടത്തിയിട്ടുള്ളത്. ഇതാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? അതിന് മറുപടി പറയാൻ ജബ്ബാറിനും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്കും ബാധ്യതയുണ്ട്. അവർക്കതിന് സാധ്യമല്ല എങ്കിൽ, അതായത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇത് ഈ പഠനം പുരോഗമിച്ചിട്ടുണ്ടായിരുന്നോ, ലോകത്തെ ഏതെങ്കിലും ഒരു ശാസ്ത്രകാരൻ അങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്നൊന്നും അവർക്ക് തെളിയിക്കാൻ കഴിയണമെങ്കിൽ അവർ ഖുർആന്റെ ഇതിലുള്ള ഈ കുതിരകയറ്റം നിർത്തുന്നതാണ് അവർക്ക് നല്ലത് എന്നാണ് നമ്മൾക്ക് അവരോട് പറയാനുള്ളത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധിച്ച് എന്ത് പറഞ്ഞു എന്നുകൂടി നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ്.